ഓക്കെ അതാ ഒരാളവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേ കുഞ്ഞോടടുത്തേക്ക് പോവാണ് രാത്രി ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് പോയാൽ അല്ല. എന്താണ് ഇപ്പോൾ സ്പെഷ്യൽ ഇന്നത്തെ? എങ്ങനെ? ചോറും പിന്നെ മുട്ട ഓംപ്ലേറ്റും പിന്നെ പിന്നെ കഞ്ഞിയാ കുടിക്കണേ ഞാൻ. അമ്മ കുഞ്ഞോളത്ത് പോവാ, കുഞ്ഞോളത്ത് പോവാ. ഒരു ഡോക്ടറടുത്ത് പോയിട്ടല്ലേ? എന്താന്ന് വെച്ചാലേ ഹോസ്പിറ്റലിൽ പോയി ഞാൻ തലമുടിയുമ്പോൾ കളിക്കണോ വിചാരിക്കണ്ട കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി വന്നിക്കണമല്ലോ. അപ്പൊ എന്താ വിവരം എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ ചോദിച്ചിനല്ലോ. ജിൻസിനെ കൊണ്ട് പോണം വിചാരിച്ചേനെ. ഫസ്റ്റ് അവിടെ കേറിയിട്ട് പറഞ്ഞു രാത്രി ആയി പോയതാ. ണെങ്കിൽ വരുന്ന വഴിക്ക് അവിടെ കേറി അല്ലാണ്ട് വീഡിയോ ഇടുമ്പോ കാണുമല്ലോ വിചാരിച്ചിട്ട്. ഈ കഞ്ഞി ജിൽസാലപ്പിക്കുള്ളതാണ്. ആ അതെ. അടുത്തത് മിന്നു പാടുന്നതാണ്. പാട് മിന്നു പാട്. മിന്ന ആരെ പഠിപ്പിച്ചെന്ന്? ആരെ പഠിപ്പിച്ചെന്ന്? ഞാനൊരു ദിവസം ഇരുത്തി പഠിപ്പിച്ച. നാളെ ബർത്ത്ഡേ എത്ര ഓളെ ഉണ്ടോ? പേരെന്താന്ന് പറഞ്ഞെടുക്ക്. പേരെന്താ? പേര് പറഞ്ഞെടുക്ക്. എന്റെ പേര് പറഞ്ഞെടുക്ക്. മിന്നു. എന്താ പേര്? ഐഷ. ഐഷ ഉവേ. ആയിഷ. ആയിഷ അൽഫാനോ? ഇത് ഇളക്കി ഇല്ലാണ്ടാവും ജിൻസിയെ. കൊറേ നേരം ഇളക്കണോണ്ട് വെച്ചാ ഉള്ളി കൂടി പോയി തരാം. ഇനി ഒരു മുട്ടും കൂടി ഉള്ളു. ഇവിടെ എന്തുകൊണ്ടൊക്കെ പൊട്ടിക്കണ റബ്ബേ. അവള് കഞ്ഞിയല്ലേ എത്ര പൊട്ടയില് പാറ നോക്ക് ചെറുതായിട്ട് ഒരു തൊള്ളി. അല്ല ഓക്കെ ആയിന്ന് അറിയണ്ടേ? ഇജ്ജ് പണ്ടത്തിയ ഉപ്പിട്ടതാ ഇന്നെങ്ങാനും പാരത്. കൊറേ നേരമായിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കണു. മറ്റേ തേങ്ങ പിടിക്കൂലേ? തേങ്ങ പിടിക്കാൻ നിക്കൂലേ? പൊട്ടിക്കോ പറഞ്ഞ മാതിരി. എന്താ കാട്ടുണ്ടേ? നടക്കോ? അലമ്പായിട്ടോ. അലമ്പായി. ഇപ്പൊ എന്തായി നിന്നു? കോഴിമുട്ടായി ആംപ്ലേറ്റ് എന്തായി? അതാ സ്ട്രോബെറി. എന്താണ് സ്ട്രോബെറി? ആദ്യമായിട്ട് തിന്നിക്കണോ? ഒരേട്ട തിന്നണത്രേ. കഴിച്ചതിന് ശേഷം തണ്ണിമത്തൻ. നല്ല ചോപ്പുണ്ടല്ലേ? പക്ഷെ ഇതിന് ഫ്രിഡ്ജിൽ വെച്ച രസം ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ കഴിച്ചാല്. ഇപ്പം കഴിച്ചുണ്ടാവും. ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് കുറവാ. ചോറ് ഇത് നേരെ കഴിക്കണമെങ്കിൽ ഒന്നുകൂടി കട്ട് ചെയ്യണ്ട. അങ്ങനല്ല ഞാൻ കഴിക്കുക. എങ്ങനെയാണ് കഴിക്കുന്നത്? ഇതൊരു പൊട്ടി തരുമോ? ടേസ്റ്റ് ഉണ്ടാക്കട്ടെ. ഫസ്റ്റ് ഗർഭിണികൾ കഴിക്കണം എന്നാണ്. അത് ഞാൻ മുറിക്കലേ ഉണ്ടാവും.
കഞ്ഞി കുടിച്ചല്ലേ. കഞ്ഞിൻ്റെ ഒപ്പം കൊണ്ടുവന്നോളി. ആക്കണോ? ചോറ് ഇനി അടുത്തത് മിന്നുവിന്. മിന്നുവിനെ ഞാൻ മറന്നിക്കണേ. കട്ട് ചെയ്യോ? ഏണ്ടേ എൻ്റെ പേരല്ലേ? പോവാം പോവാം. എന്താ വേണ്ട ഐസ്ക്രീം? ചോക്കോബാറ ചോക്കോബാർ എത്ര? മേലക്ക് നരച്ചുകൊണ്ട് പോവാനായോ? മേലക്ക് പോവാനായോ? അങ്ങനെയൊന്നും ആയിട്ടില്ല. ഇത് മോഡലാണ് ഇപ്പത്തെ ട്രെൻഡാണ്. എന്താണ് കുറു കുറു? 1 2 1 3 4 എത്രണ്ണാണ്? എത്രണ്ണം ചോക്കോബാർ? എത്രണ്ണം? 5 എണ്ണം മതിയോ? എന്താണ്? 5 ചോക്കോബാർ. 5 ചോക്കോബാർ. പിന്നെ പിന്നെന്താ? കുറുകുറു എത്ര? കുറുകുറു ഒരു 3 എണ്ണം. 4 എണ്ണം. കുറുകുറു 4 എണ്ണം. കുറുകുറു 4 5 രൂപത്തിന്റെ ഒരു 10ന്റെ അടിച്ചോ. പച്ച ലൈസ് ആണ്. അല്ല കുറുകുറു 4 എണ്ണം. ഒരു പച്ച ലൈസ്. ഒരു പച്ച ലൈസ്. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഏതാണ്ട് ഏതെങ്കിലും ഒരു പച്ച ലൈസ് എടുത്താൽ. പച്ച ലൈസ് നോക്കല്ല. ഏട്ടാ ഉറങ്ങീനോ? മദ്രസല്ലേ പോരാ. ഇപ്പൊ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓടി കളിച്ചാൽ പോകുന്നതാ. വർത്താൻ പറിച്ചിട്ട് കഴിയാൻ മക്കളെ. ഓക്കെ അതാ ഒരാളവിടെ കിടക്കുന്നുണ്ട്. എന്താ പാട് ഇവിടെ എന്നാ? എന്താ വിശേഷം? വായനയൊക്കെ ഉണ്ടപ്പോ? ടീച്ചർ വായന ഇല്ലാന്ന് പറഞ്ഞിരുന്നു. ഉണ്ടോ? അതോ ഫോണ് ഇതിങ്ങനെ ടാബ് പിടിച്ചിങ്ങനെ നടക്കല ഡെയിലി? എന്ത് തടെ പരീക്ഷ പേപ്പറോടെ? അത് ചിലപ്പോ ഫുള്ള് കിട്ടിയതാവും അല്ലേ? പരീക്ഷ പേപ്പർ ചെക്കൻ്റെ പരീക്ഷ പേപ്പറാണ് അടുത്തത്. പറയ് പെട്ടെന്ന് പെട്ടെന്ന് പറയും. ഇത് എത്ര എത്ര? എല്ലാം കൂടിയാ? എന്നാട്ടോ എല്ലാം കൂടി ഇട്ടതോ? ഓ മാഷാ അല്ലാഹ്. ഇതാരോട്? ഇത് മൊത്തം വട്ടപ്പൂച്ചയോ? അല്ല സോറി, ഇത് മൊത്തം ആണല്ലേ? ഉഷാർ. പിന്നെ എന്താ ടീച്ചർ വായന ഇല്ലാന്ന് പറഞ്ഞേ? വായന കുറവാൻ പറ്റുമോ? അപ്പൊ കഴിഞ്ഞിട്ടാ പോവാ. അപ്പൊ ഞങ്ങള് രോഗിയെ സന്ദർശിച്ചിരുന്നു. അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടോ. എന്താ പറയാ, കൂടുതൽ എന്തേ പാല് കുടിച്ചിട്ട് ഭയങ്കര പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. കാരണം പിന്നെ വയ്യാതെ എന്താ പറയാ വല്ലാണ്ട് ഉറക്കത്തിലും പിന്നെ ഇങ്ങനെ കാലിൻ്റെ പ്രശ്നം ഇങ്ങനെ പറഞ്ഞു ഓൾക്ക് വീഡിയോ എങ്ങനെ ചെയ്യണത് ഇപ്പം എപ്പോഴും ഇഷ്ടമൊന്നുമില്ല. ഇപ്പം പിന്നെ കൂടുതൽ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ അൽഷിഫയിൽ കാണിച്ചു പറഞ്ഞിട്ടില്ല. അൽഷിഫയിൽ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തോ പറഞ്ഞു. വേറെ ഏതോ ഡോക്ടർ കാണിച്ചപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണു, ഗുളിക എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും എൻ്റെ കാലമേ ഞാൻ അടുത്ത എൻ്റെ കാലിനെ പ്രശ്നം ഇപ്പം ഞൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വേദന ഉണ്ടെങ്കിൽ മടുക്കുമ്പോ ഞാൻ ഇന്ന് രാവിലെ നിസ്കരിച്ചപ്പോ എനിക്ക് വേദന എടുക്കുക കാല്. പിന്നെ ഇതിനൊന്നുമില്ല. ഇതുവരെ നിസ്കരിച്ചപ്പോ ഒന്നും ഒരു പ്രശ്നമില്ല. രാവിലെ തന്നെ എണീച്ചിട്ടാണെങ്കിലും അതെ രാവിലെ എണീറ്റുണ്ടോ? അപ്പോൾ ഒന്നുമില്ല കേട്ടോ നമുക്ക്. ഓക്കെ. പിന്നെ അപ്പോൾ എന്താ പറയാ ചെറുപ്പത്തിലൊന്നല്ലേ 7ാം ക്ലാസ് 8ാം ക്ലാസ് നോക്കാം. അത് കുന്നുമൊന്നും എടുക്കൂ. കുന്നുമൊന്നെടുത്ത് നേരെ പോയി വെക്കും നിലത്ത്. വണ്ടി വേഗം പഠിച്ചിരിക്കും. പക്ഷെ സൈക്കിള് ഒന്ന് ലെവലാക്കി എടുക്കാൻ കുറച്ച് പാടിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കാലിന്റെ മുട്ട് ചെറുതായിട്ട് 2 മുട്ടും വേദന ഉണ്ട് ചെറുതായിട്ട്. എന്തായാലും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. കാലിൻ്റെ അതായതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് ചെന്നാൽ എന്താ പറയാന്ന് അറിയില്ല.
ഓപ്പറേഷത്തിന് പോകാനും പേടി. പിന്നെ ആയുർവേദിക് ആണെങ്കിൽ അതും പേടി. ആയുർവേദിക് എന്താണെന്നറിയില്ല, അത് അങ്ങനെ കുറേ ടൈം എടുക്കൂലേ. എന്താ ഇപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം ഇൻഷാ അല്ലാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം ജിൻസി ഉണ്ടാവും, ജിൻസി ഓൾക്ക് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ അങ്ങനെ എടുക്കണം എന്നല്ല കേട്ടോ പറയണത്. ആണോ? ഓക്കെ. അവിടെ അല്ല, ഒരു മിനിറ്റ്. ഓക്കെ. അവിടെ അങ്ങനെ പണി എടുക്കണം എന്നല്ല, എന്നാലും നമ്മൾ വേറൊരു വീട്ടിലാവുമ്പോൾ ഇപ്പൊ രണ്ടാലും കാണാല്ലേ. ഓക്കെ. വേറൊരു വീട്ടിലാവുമ്പോൾ പിന്നെ നേരെ നിക്കണ്ടേ. അപ്പൊ കാലിമത്തൊന്നും സെറ്റ് ആയി കഴിഞ്ഞാലുള്ളൂ സുഖാവുള്ളൂ. ആരും വിചാരിക്കണം എന്റെ കണ്ണിന് എന്താ ഈ കുരു ഇതുവരെ പോയിക്കില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുഞ്ഞോളെ വിശേഷങ്ങള്. എല്ലാരും ദുആ ചെയ്യുകൊണ്ട്. അപ്പൊ എന്നാലും ശരിയാവും അല്ലേ. വേഗം പോവാൻ പറയാം ഇവിടുന്ന്. അല്ലെങ്കിൽ മൗലാനയിലോ അല്ലെങ്കിൽ വള്ളൂനാടോ ഹോസ്പിറ്റലിൽ പ്രസവിക്കേണ്ടി വരും. അത് മതിയോ? ഞാൻ പോവാ. കാരണം എന്താ, എനിക്ക് പേടിയാട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം പെട്ടെന്ന് എന്തെങ്കിലും കഴിഞ്ഞാൽ ഇനി കുറ്റം പറയും, ഉമ്മാനും കുറ്റം പറയും എല്ലാവരും. കാരണം ഉമ്മാക്ക് അങ്ങനെ ഭയങ്കര പേടിയുണ്ട്. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ 9 മാസത്തിന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടല്ലേ കൊടുന്നിട്ടല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഇജ്ജ് അവിടെ രക്ഷപ്പെടും. അമ്മച്ചി വിളിച്ചേന്റെ മോളിൽ വിളിക്കൂ, കട്ടാക്കിയാലും ഉമ്മച്ചി നിർത്തൂല. അമ്മച്ചി വിളിച്ചേന്റെ അമ്മക്ക് പേടിയാവുണ്ടോടാ. അപ്പച്ചി ഉമ്മച്ചി. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോക്ക് കാണാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. അപ്പോൾ ടാറ്റ ബൈ. ഓക്കെ.